ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദർസു സാലിസു, മൂന്നാമത്തെ പാഠം. അപ്പോൾ ഈ പാഠത്തിൽ 11 മുതൽ 20 വരെയുള്ള എണ്ണം, പിന്നെ ഇസ്മു തഫ്ലീൽ, ഒരു വസ്തുവിനോ ഒരു വ്യക്തിക്കോ മറ്റേതിനേക്കാൾ വിശേഷണം, അതാണ് ഒരിനം ഇസ്മു തഫ്ലീൽ. മറ്റേത് ഏറ്റവും അധികം വിശേഷണം. അങ്ങനെ രണ്ട് രീതിയിലാണ് ഇസ്മു തഫ്ലീൽ വരുന്നത്. ഓക്കെ, നമുക്ക് പാഠത്തിൽ നോക്കാം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അഹ്മദു കം ത്വാലിബൻ ഫി ഫസ്ലിക്കും യാ അലി. അലിയെ, നിൻ്റെ ക്ലാസ് റൂമിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്? കമ്മ് ഓർക്കുന്നുണ്ടോ? കമ്മ് വന്നാൽ അതിന് ശേഷമുള്ള ഇസ്മ മൻസൂബായിരിക്കണം, നക്കിറയായിരിക്കണം, മുഫ്രദായിരിക്കണം. ഫത്ഹത്ത്, അലിഫ്ലാം ഉണ്ടാവില്ല, ഏകവചനം. കം ത്വാലിബൻ, ത്വാലിബൻ, ഈ 3 നിയമങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അർത്ഥം വരെ വിദ്യാർത്ഥികൾ, ഏകവചനാണെങ്കിലും വിദ്യാർത്ഥികൾ. കം ത്വാലിബൻ, എത്ര വിദ്യാർത്ഥികളാണ്? ഫി ഫസ്ലിക്കും, നിങ്ങളുടെ ക്ലാസ് റൂമിൽ. യാ അലി, അലിയെ. അപ്പോൾ അലി മറുപടി പറയാണ്, ഫി ഫസ്ലിന അർബഅത അശറ ത്വാലിബൻ, നമ്മുടെ ക്ലാസ് റൂമിൽ 14 വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അർബഅത അശറ ത്വാലിബൻ, ഇത് മുദക്കറാണ്. ത്വാലിബൻ എണ്ണപ്പെടുന്നത് മുദക്കറാണ്, പുല്ലിംഗം. അതിൻ്റെ നിയമങ്ങൾ നമ്മളറിയാലോ. 11 ഒന്നെല്ലാം മബ്നിയാണ്. അർബഅത അശറ ത്വാലിബൻ. പിന്നെ ത്വാലിബൻ തമീസാണ്, എണ്ണപ്പെടുന്നതിന് തമീസ് എന്നാ പറയുക. അത് മൻസൂബാണ്, ഏകവചനാണ്. ആ എണ്ണം, അതിന് 2 ഭാഗമുണ്ട്, അർബഅതയും അശറയും. എണ്ണപ്പെടുന്നത് ത്വാലിബൻ ഇവിടെ പുല്ലിംഗായതുകൊണ്ട് എണ്ണം അർബഅത മുഅന്നസായിരിക്കും, സ്ത്രീലിംഗം. അശറ പുല്ലിംഗം, ത്വാലിബനും പുല്ലിംഗം. അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണ് 14 വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടുക. മബ്നിയാണ്. അപ്പോൾ ഫി ഹർഫുജർ, ഫസ്ലി ഇസ്മു മജ്റൂർ, ജാർ മജ്റൂർ, ശിബു ജുംല, ഖബർ, വഹുവ മുദാഫ്, നാ മുദാഫിലെ മജ്റൂർ. അപ്പോൾ ഖബറിനെ മുന്തിച്ചു. മുബ്തദ ഏതാ? അർബഅത, പിന്തിച്ചു. മുബ്തദ നമുക്കറിയാം മർഫു ആണ്, പക്ഷേ ഇവിടെ അർബഅത മബ്നിയാണ്. അതുകൊണ്ട് ലമ്മത്തിടൂല. പക്ഷെ നമ്മളെ മനസ്സിൽ വേണം ഇത് മുബ്തദഉൻ മർഫൂനാണ്. പക്ഷേ നമ്മൾ എഴുതുമ്പോഴോ പറയുമ്പോഴോ ഇത് മബ്നി ആയതുകൊണ്ട് മാറ്റം ഉണ്ടാവില്ല, അർബഅത എന്നാണ് പറയുക. പിന്നെ അശറ ത്വാലിബൻ, നമ്മുടെ ക്ലാസ് റൂമിൽ 14 വിദ്യാർത്ഥികളുണ്ട്. അഹ്മദു തുല്ലാബു ഫി ഫസ്ലിന അക്സറു, നമ്മുടെ ക്ലാസ് റൂമിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അത്തുല്ലാബു ഫി ഫസ്ലിന അക്സറു, അക്സറു എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ, ധാരാളം. ധാരാളം അല്ല, ഏറ്റവും അധികം. ഇസ്മു തഫ്ലീലാണ്. അഫ് അലു എന്നുള്ള വസനാണ്. അഫ് അലു, അക്സറു. അപ്പോൾ ഇസ്മു തഫ്ലീൽ. അഫ് അലു എന്നുള്ള രൂപത്തിലാകുമ്പോൾ അത് ഇസ്മു തഫ്ലീൽ. അക്സറു, ഏറ്റവും അധികമാണ്. അപ്പോൾ അത്തുല്ലാബു മുബ്തദഉൻ മർഫൂൻ, ഫി ഹർഫുജർ, ഫസ്ലിന ഫസ്ലി ഇസ്മു മജ്റൂർ, ജാർ മജ്റൂർ, ശിബു ജുംല ഖബർ, വഹുവ മുദാഫ്, നാ മുദാഫിലെ മജ്റൂർ. അക്സറു ഇസ്മു തഫ്ലീൽ. ഫീഹി തിസ്അത്ത അശറ താലിബൻ, അതിലുണ്ട് 19 വിദ്യാർത്ഥികൾ. വഫി ഹർഫുജർ, ഹി ഇസ്മു മജ്റൂർ, ജാർ മജ്റൂർ, ശിബു ജുംല ഖബറു മുഖദ്ദമ.
ഖബറിനെ മുന്തിച്ചു. തിസ്അത്ത മുബ്തദഉൻ മർഫൂൻ, പക്ഷെ മബ്നി ആയതുകൊണ്ട് തിസ്അത്ത. മുഅന്നസാണ് തിസ്അത്ത, കാരണം എന്താ? അഷറ ത്വാലിബൻ, ത്വാലിബൻ പുല്ലിംഗാണ്, അപ്പോൾ തിസ്അത്ത മുഅന്നസായിരിക്കും. അഷറ പുല്ലിംഗം തന്നെ. അപ്പോൾ എണ്ണത്തിൻ്റെ ആദ്യത്തെ ഭാഗം സ്ത്രീലിംഗമായിരിക്കും, എണ്ണപ്പെടുന്നത് പുല്ലിംഗമാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം അഷറ പുല്ലിംഗമായിരിക്കും, എണ്ണപ്പെടുന്ന താലിബൻ പുല്ലിംഗമായതുകൊണ്ട്. യാ അലി മസ്മുത്ത് താലിബുൽ ജദീദുല്ലദീ ജാഅ അംസി. അംസി എന്ന് പറഞ്ഞാൽ ഇന്നലെ വന്ന പുതിയ വിദ്യാർത്ഥിയുടെ പേരെന്താ? അലിയെ. യാ അലി, അല്ലയോ അലിയെ, മസ്മു പേരെന്താണ്? അത്വാലിബു അൽ ജദീദു പുതിയ വിദ്യാർത്ഥിയുടെ, അല്ലദി യാതൊരുവൻ, ജാഅ വന്നു, അംസി ഇന്നലെ. അപ്പോൾ ഇന്നലെ വന്ന പുതിയ വിദ്യാർത്ഥിയുടെ പേരെന്താ? അലിയെ. അലിയുൻ ഇസ്മുഹു ഉസാമ, അദ്ദേഹത്തിൻ്റെ പേര് ഉസാമ. ഇസ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുദാഫ് ഹു മുദാഫ് ഇലൈഹി മജ്റൂർ. ഉസാമത്തു ഖബറുൻ മർഫൂൻ. അഹ്മദു ഹുവ തവീലുൻ ജിദ്ദൻ, അദ്ദേഹം വളരെ നീളമുള്ളവനാണ്. അലൈസ കദാലിക്, അപ്രകാരം അല്ലേ? അലൈസ അല്ലേ, ലൈസ എന്ന് പറഞ്ഞാൽ അല്ല, അലൈസ എന്ന് പറഞ്ഞാൽ ചോദ്യം, അല്ലേ. ക പോലെ, ദാലിക അത്, അപ്പോൾ അതുപോലെ അല്ലേ, അപ്രകാരമല്ലേ, അങ്ങനെ തന്നെ അല്ലേ. അലിയുൻ ബല, ബല എന്ന് പറഞ്ഞാൽ അതെ, തീർച്ചയായും. ഹുവ തവീലുൻ ജിദ്ദൻ, അദ്ദേഹം വളരെ നീളമുള്ളവനാണ്. വലാകിന്ന ഹാമിദൻ അത്വലു മിൻഹു, എന്നാൽ ഹാമിദാണ് അവനേക്കാൾ നീളമുള്ളവൻ. പക്ഷേ ഹാമിദാണ് അവനേക്കാൾ നീളമുള്ളവൻ. വലാക്കിനെ നമുക്കറിയാം ഇസ്മു ഇന്നൻ്റെ സഹോദരി ആണ്. ഇന്നവ അഹവാത്തു ഹ എന്ന് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ലാക്കിന്ന ഇന്നൻ്റെ സഹോദരിയാണ്. അപ്പോൾ ഇന്ന മുബ്തദനെ ഇസ്മു ഇന്ന ആക്കുന്നത് പോലെ ലാക്കിന്ന മുബ്തദനെ ഇസ്മു ലാക്കിന്നയാക്കും. അപ്പോൾ ഇവിടെ ഇസ്മു ലാക്കിന്ന ഏതാ? അഹ്മദൻ. വലാക്കിൻ അല്ല ഹാമിദൻ, അപ്പോൾ വലാക്കിന്ന ഹാമിദൻ, അപ്പോൾ മൻസൂബാണ്. ഹാമിദൻ അത്വലു മിൻഹു, അപ്പോൾ അത്വലു ഇസ്മു തഫ്ലീലാണ്. അതിന് ശേഷം മിന്ന് വന്നാൽ കാൾ എന്നുള്ള അർത്ഥം വരാം. കാൾ മിൻഹു അവനേക്കാൾ, അത്വലു നീളമുള്ളവനാണ് ഹാമിദ്. ആരെക്കാൾ? ഉസാമയേക്കാൾ. അപ്പോൾ അത്വലു ഏത് വസന? അഫ് അലു. അപ്പോൾ അഫ് അലു വസനിൽ ഇസ്മു വന്നാൽ അത്വലു അത് ഇസ്മു തഫ്ലീലാണ്. ആ ഇസ്മു തഫ്ലീലിന് ശേഷം മിന്ന് വന്നാൽ രണ്ട് വിശേഷണങ്ങൾ താരതമ്യപ്പെടുത്താനും ഒരു വിശേഷണം മറ്റു വിശേഷണത്തെക്കാൾ മേന്മ കൂടിയതാണെന്ന് അറിയിക്കാൻ. അപ്പോൾ ഇവിടെ എന്താ? ഹാമിദിനാണ് നീളം, വിശേഷണം കൂടുതൽ. ആരെക്കാൾ? ഉസാമയേക്കാൾ. അപ്പോൾ ഹാമിദുൻ അത്വലു മിൻ ഉസാമ, അല്ലെങ്കിൽ അത്വലു മിൻ ഹു. ഇന്നഹു അത്വലു ത്വാലിബിൻ ഫി ഫസ്ലിന, നമ്മളെ ക്ലാസ് റൂമിലെ ഏറ്റവും നീളമുള്ള വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഇന്നഹു തീർച്ചയായും അദ്ദേഹം, അത്വലു ത്വാലിബിൻ. അപ്പോൾ ഇവിടെ അഫ് അലു എന്ന വസനിൽ വന്ന ഇസ്മു തഫ്ലീൽ അത്വലു, അതിന് ശേഷം ഇപ്പം മിന്നല്ല, പിന്നെയോ ഒരു ഇസ്മാണ് ത്വാലിബിൻ. അപ്പോൾ ഇസ്മു തഫ്ലീലിന് ശേഷം അത്വലുവിന് ശേഷം ഒരു ഇസ്മ വന്നാൽ ത്വാലിബിൻ, അപ്പം എന്താ, എങ്ങനെ അർത്ഥം വരാം? ഏറ്റവും നീളം കൂടിയതെന്ന്. മിന്നു വന്നാലോ കാൾ എന്ന് പറയാം, അവനേക്കാൾ, അതിനേക്കാൾ. പക്ഷേ ഒരു ഇസ്മ വന്നാലോ ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നീളം കൂടിയ വിദ്യാർത്ഥി നമ്മുടെ ക്ലാസ്സിൽ അദ്ദേഹമാണ്. വമൻ അത്വലു ത്വാലിബിൻ ഫി ഫസ്ലിക്കും, നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഏറ്റവും നീളമുള്ള വിദ്യാർത്ഥി ആരാണ്? അഹ്മദു. അത്വലു ത്വാലിബിൻ ഫി ഫസ്ലിന ഇബ്രാഹിമു, നമ്മുടെ ക്ലാസ് റൂമിലെ ഏറ്റവും നീളമുള്ള വിദ്യാർത്ഥി ഇബ്രാഹിമാണ്. അലി ആ ദഫ്തറുക ഹാദ യാ അഹ്മദു, അഹ്മദ് ഈ ദഫ്തർ നിൻ്റെതാണോ? ഇന്ന ഖത്തക ജമീലുൻ ജിദ്ദൻ,
തീർച്ചയായും നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, ഹത്ത് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ്, നിൻ്റെ എഴുത്ത്, ജമീലും ജിദ്ദൻ വളരെ ഭംഗിയുള്ളതാണ്. ജിദ്ദൻ എന്ന് പറഞ്ഞാൽ വളരെ, അത് നമ്മൾ പിന്നെ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഹത്ത എന്ന് പറഞ്ഞാൽ എഴുത്ത്, ഹാൻഡ് റൈറ്റിംഗ്. ഇന്ന ഹത്ത, ഇന്ന വന്ന പിന്നെ മൻസൂബായിരിക്കണം. ഹത്ത ക, നിൻ്റെ, ആണായോണ്ട് പുല്ലിങ്ങാണ്ട് ക. തീർച്ചയായും നിൻ്റെ എഴുത്ത് ജമീലും ജിദ്ദൻ വളരെ ഭംഗിയുള്ളതാണ്. മാഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചത്. അഹ്മദു ശുക്രൻ യാ അലി, അലിയെ നന്ദി. ഹത്തി ജമീലുൻ, എൻ്റെ എഴുത്ത് ഭംഗിയുള്ളതാണ്. വഹത്തുക അജ്മലു, നിൻ്റെ എഴുത്ത് ഏറ്റവും ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇസ്മു തഫ്ലീൽ അഫ് അലു വസനിൽ വരുന്ന അജ്മലു, അത്തുവലു പോലെ ഇപ്പോൾ ഇവിടെ അജ്മലു ഏറ്റവും ഭംഗിയുള്ളതാണ്. അപ്പം അതിനേക്കാൾ ഭംഗി വേറെ ഉണ്ടാവില്ല, അങ്ങനെയാണ് അത് വരാം. അലി മൻ ഹാദൽ ഫത്ത അല്ലദീ മഅക യാ അഹ്മദു, അഹ്മദേ മഅക നിൻ്റെ കൂടെയുള്ള ഈ യുവാവ് ആരാണ്? മൻ ആരാണ്? ഹാദൽ ഫത്ത ഈ യുവാവ്, അല്ലസി യാതൊരുവൻ, മഅക നിൻ്റെ കൂടെയുള്ള, യാ അഹ്മദ് അഹ്മദേ നിൻ്റെ കൂടെയുള്ള ഈ യുവാവ് ആരാണ്? കഅന്നഹു അഹൂക നിൻ്റെ സഹോദരനെ പോലെയാണ് അവൻ. അപ്പോൾ കാന്ന നമ്മൾ പഠിച്ചതാണ്, ഇന്നൻ്റെ സഹോദരിയാണ് കഅന്ന. അപ്പോൾ കാന്നക്ക് ശേഷം വരുന്ന ഇസ്മു കഅന്ന, ഇവിടെ കാന്നക്ക് ശേഷം വരുന്ന ഇസ്മു ലമീറാണ് ഹു. അപ്പോൾ ഇസ്മു കഅന്ന മൻസൂബ്, പക്ഷെ ഹു മബ്നിയാണ്, അപ്പോൾ ഹു തന്നെ എഴുതാം, പക്ഷെ അത് ഇസ്മു കഅന്ന മൻസൂബ്. അഹൂക, അഹു ഖബറുൻ മർഫൂൻ, വഹുവ മുദാഫ്, ക മുദാഫിലെ മജ്റൂർ. അപ്പോൾ പോലെ സാദൃശ്യം, അതിനാണ് കഅന്ന എന്ന് പറയാം. അഹ്മദു നാം അതെ, ഹുവ ആഖി അഷഖീഖ് അതെ, അവൻ എൻ്റെ സഹോദരനാണ്, അർദ്ധ സഹോദരനാണ്. അലിയും അക്ബറു മിൻക ഹുവ അം അസ്ഗറു, നിന്നേക്കാൾ വലിയവനാണോ അദ്ദേഹം അതോ ചെറുതാണോ? അക്ബറു വലിയതാണോ, മിൻക നിന്നേക്കാൾ. അപ്പോൾ ഇസ്മു തഫ്ലീൽ അക്ബർ വന്നു, അതിന് ശേഷം മിന്ന് വന്നാൽ കാൾ എന്നുള്ള അർത്ഥം. അപ്പോൾ മിൻക നിന്നേക്കാൾ വലുതാണോ ഹുവ അദ്ദേഹം, അം അസ്ഗറു അല്ലെങ്കിൽ ചെറുതാണോ? അഹ്മദു ഹുവ അസ്ഗറു മിന്നി, എന്നേക്കാൾ ചെറുതാണ് അദ്ദേഹം. അപ്പോൾ ഇസ്മു തഫ്ലീൽ അസ്ഗർ വന്നു, അഫ് അലു വസനിൽ അസ്ഗർ വന്നു, അസ്ഗറുവിന് ശേഷം മിന്ന് വന്നു, അപ്പോൾ കാൾ എന്നർത്ഥം വരണം. മിന്നി എന്ന് പറയുമ്പോൾ എന്നേക്കാൾ ചെറുതാണ് അദ്ദേഹം, ഹുവ അസ്ഗറു മിന്നി. അലി ഫി അയ്യി മഹ്ജഇൻ അൻത യാ അഖി, സഹോദര എൻ്റെ സഹോദര നീ ഏത് ഹോസ്റ്റലിലാണ്? മഹ്ജ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ, കുറേ പേര് താമസിക്കുന്ന റൂമുകൾ, അതിനാണ് മഹ്ജ എന്ന് പറയാം. ഇവിടെ ഉദ്ദേശം ഹോസ്റ്റലാണ്. ഫി അയ്യി, ഫി വന്ന അയ്യു എന്നുള്ളത് എന്താവും? അയ്യി. ഫി അയ്യി മഹ്ജഇൻ അൻത യാ അഖി. അഹ്മദു അന ഫിൽ മഹ്ജഇൽ ഖാമിസ്, ഞാൻ 5ാമത്തെ ഹോസ്റ്റലിലാണ്. വഹുവ ബഈദുൻ ജിദ്ദൻ അനിൽ ജാമിയത്തി, അത് യൂണിവേഴ്സിറ്റിനോട് വളരെ ദൂരമുള്ളതാണ്. ബഈദുൻ ദൂരം, ജിദ്ദൻ വളരെ, അനിൽ ജാമിയത്തി യൂണിവേഴ്സിറ്റിയെ തൊട്ട്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വളരെ ദൂരമുള്ളതാണ് ഹുവ. ഹുവ ഏതാ? ആ ഹോസ്റ്റൽ. അലിയുൻ അന ഫിൽ മഹ്ജ സാമിൻ, ഞാൻ 8ാമത്തെ ഹോസ്റ്റലിലാണ്. വഹുവ അബ്അദു മിൻ മഹ്ജമിക്കും, അത് നിൻ്റെ ഹോസ്റ്റലിനേക്കാൾ ഏറ്റവും ദൂരമാണ്. അപ്പോൾ അബ്അദു, അപ്പോൾ അഫ് അലു വസനിൽ ഇസ്മാണ്, അപ്പോൾ ഇസ്മു തഫ്ലീൽ. അപ്പോൾ ആ അബ്അദുവിന് ശേഷം മിന്ന് വന്നു, അപ്പോൾ കാൾ എന്നുള്ള അർത്ഥം വരണം. മഹ്ജമിക്കും, അപ്പോൾ മഹ്ജഇക്കും, അപ്പോൾ നിങ്ങളുടെ ഹോസ്റ്റലിനേക്കാൾ ദൂരമാണ് അത്. അഹ്മദു അയ്യുഹുമ അഹ്സനു, ഈ രണ്ടിൽ ഏറ്റവും നല്ലതേതാ? വീണ്ടും അഹ്സനു ഇസ്മു തഫ്ലീൽ, ഏറ്റവും നല്ലതേതാ? ഹസനു എന്ന് പറഞ്ഞാൽ നല്ലത്, അഹ്സനു എന്ന് പറഞ്ഞാൽ
ഏറ്റവും നല്ലത്, അതിനുശേഷം മിന്നില്ല, അപ്പോൾ ഏറ്റവും നല്ലത്. അയ്യുഹുമ, ഹുമ രണ്ട്, അയ്യു അപ്പോൾ അത് രണ്ടിലും ഏതാണ് ഏറ്റവും നല്ലത്? അലി. അൽ മഹ്ജയിൽ ഖാമിസു അഹ്സനു, അഞ്ചാമത്തെ ഹോസ്റ്റലാണ് ഏറ്റവും നല്ലത്. ഫഇന്ന ഗുർഫത ഔസൗ, അതിൻ്റെ റൂം വിശാലമാണ്. പിന്നെ വന്നുകൊണ്ട് ഗുർഫത, ഗുർഫഹു, ഫഇന്ന ഗുർഫഹു അതിൻ്റെ റൂം. അപ്പോൾ ഗുർഫ ഇസ്മു ഇന്ന മൻസൂബ് വഹുവ മുലാഫ്, ഹു മുലാഫിലെ മജ്റൂർ, അതിൻ്റെ റൂം തീർച്ചയായും ഔസൗ വിശാലമുള്ളതാണ്. ഖബറുൻ മർഫൂൻ ഔസൗ. വ നവാഫിദഹു അതിൻ്റെ ജനവാതിലുകൾ അക്ബറു ഏറ്റവും വലുതാണ്. അപ്പോൾ അതിൻ്റെ റൂം ഏറ്റവും വിശാലമാണ്. ഏറ്റവും വിശാലമാണ് ഔസൗ, ഇസ്മു തഫ്ലീലാണ് ഔസൗ, ഏറ്റവും വിശാലാണ്. വ നവാഫിദഹു അതിൻ്റെ ജനവാതിലുകൾ അക്ബറു ഏറ്റവും വലുതാണ്. വ മറാഹിലഹു അൻലഫു അതിൻ്റെ ടോയ്ലറ്റുകൾ ഏറ്റവും വൃത്തിയുള്ളതാണ്. വസുറുറുല്ലത്തി ഫീഹി അജ്മലു അതിലുള്ള കട്ടിലുകൾ ഏറ്റവും ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇസ്മു തഫ്ലീലാണ്. ഔസഉ, അക്ബറു, അൻലഫു, അജ്മലു എല്ലാം അഫ്അലു വസനിലാണ്. അപ്പോൾ അഫ്അലു വസനിൽ വരുന്ന ഇസ്മുകളൊക്കെ ഇസ്മു തഫ്ലീലാണ്. ഏറ്റവും കൂടുതൽ വിശേഷണം അറിയിക്കാൻ ഔസൗ ഏറ്റവും വിശാലമുള്ളതാണ്, അക്ബറു ഏറ്റവും വലുതാണ്, അൻലഫു ഏറ്റവും വൃത്തിയുള്ളതാണ്, അജ്മലു ഏറ്റവും ഭംഗിയുള്ളതാണ്. അപ്പോൾ ഈ ഇസ്മു തഫ്ലീലിന് ശേഷം മിന്ന് വന്നാലോ അതിനേക്കാൾ എന്ന് പറയാനുള്ള അർത്ഥമാണ് വരാം. മിന്ന് വന്നിട്ടില്ലെങ്കിൽ ഏറ്റവും വിശേഷണമുള്ളതായിട്ടാണ് അർത്ഥം വരിക. ബാറക്കല്ലാഹു ഫീക്കും.